എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ നിന്ന്. അടുത്ത പീടികത്തിണ്ണയിൽ നിന്നും പട്ടി മുരളും പോലെ ഒരു കൂർക്കമ്പലി കേൾക്കുന്നു. നൊണ്ടിപ്പറങ്ങൂടൻ കുറെ കൂടി പഴയ കടലാസ്, പഴയ ഈന്തപ്പനയോലവട്ടിയുടെ തുരുമ്പുമാലകളും ഒരു കത്തിരി മാർക്ക് സിഗരറ്റ് പെട്ടിയും അഗ്നിയിൽ ഹോമിച്ചു. അപ്പുനായർ ഒരു ബീഡിയെടുത്ത് തീയിൽ കാട്ടി കൈവിരൽ കൊണ്ട് ഒന്ന് തിരിച്ചു തീപ്പറ്റിച്ചു. ചുണ്ടിൽ വെച്ച് പുകവിട്ടു കഥ തുടർന്നു. തിരുമേനിയുടെ കാര്യസ്ഥൻ ഉണ്ണീരു നായരുടെ മകൻ ഗോവിന്ദൻകുട്ടി ഒരു പരിഷ്കാരിയാണ്. നിത്യവും രാവിലെ ഒരു കുന്ത്രാട്ടണം കൊണ്ട് തന്നെത്താൻ ക്ഷൗരം ചെയ്യുന്നത് കാണാം. ഉപയോഗിച്ചു കഴിഞ്ഞ ബ്ലേഡുകളെല്ലാം അയാൾ ഒരു ചെറിയ അളുക്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം ആ അളുക്ക് ഞാൻ കൈവശപ്പെടുത്തി. ആ ബ്ലേഡുകൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഷെൽഫ് ഷേവാണോ നായരെ? നൊണ്ടിപ്പറങ്ങൂടൻ ഇടയിൽ കടന്നൊരു ചോദ്യം. മിണ്ടാതിരിക്കടാ. കൂനൻ ഗണാരൻ മുണ്ടുപൊക്കി ആസനം ചൊറിഞ്ഞുകൊണ്ടിരുന്ന കൈകൊണ്ട് പറങ്ങൂടൻ്റെ പിടലിക്കൊരു തട്ട് വെച്ചു കൊടുത്തു. ആ ആനക്കാരന് ആ പഴയ ബ്ലേഡിൻ്റെ ആവശ്യമെന്താണെന്ന് അഗാധമായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേളുമാസ്റ്റർ. ഇറച്ചിക്കണ്ട മൊയ്തീൻ അപ്പുനായരുടെ ചങ്കിലെ അസാധാരണ വലിപ്പമുള്ള മുഴയെ തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. പഴുത്ത പേരക്ക മുരണ്ടിയെടുക്കും പോലെ ആ മുഴയൊന്ന് പിടിച്ചു മുരണ്ടാൻ മൊയ്തീന് ഒരു കൊതി തോന്നി. അപ്പുനായർ കഥ തുടർന്നു. വിഷുക്കാലമായിരുന്നു. ഞാൻ ഒരു കൊട്ടയെടുത്ത് ഒരു പറങ്കിമാവിൻ കാട്ടിൽ കിടന്നു. പറങ്കിമാങ്ങകൾ പെറുക്കിക്കൂട്ടി. പത്മനാഭന് പറങ്കിമാങ്ങ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ ചൂരൽക്കാട്ടിൻ്റെ മറവിൽ ചെന്നിരുന്ന് ആ ബ്ലേഡ് ഓരോന്നായി പഴത്തിൽ ഉള്ളിൽ കുത്തിയിറക്കി പഴങ്ങളെല്ലാം വീണ്ടും കൊട്ടയിൽ തന്നെ നിറച്ച് മെല്ലെ പത്മനാഭനെ തളച്ച മരത്തിനടുത്തേക്ക് ചെന്നു. പനമ്പട്ട കടിച്ച് അരച്ചു തിന്നുകൊണ്ടിരുന്ന ആന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കൊതിയോടെ തുമ്പിക്കൈ നീട്ടി. ഞാൻ ആ കൊട്ട അങ്ങനെ തന്നെ പത്മനാഭന് മുമ്പിൽ വെച്ചു കൊടുത്തു. ആന ആർത്തിയോടെ പറങ്കിമാങ്ങ വാരി വായിലാക്കി. ഞാൻ പിന്നെ അവിടെ നിന്നില്ല. അപ്പുനായർ അരക്കെട്ടിൽ നിന്നും ഒരു പേനിനെ കൂടി തപ്പിയെടുത്ത് നഖത്തിൽ വെച്ച് ചപ്പിളിയാക്കി. പണി പറ്റി. രക്തം വിസർജിച്ച ആന പിറ്റേന്ന് രാവിലെ പിടഞ്ഞു കളിക്കുന്നതാണ് കണ്ടത്. വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ ചെരിഞ്ഞു. വജ്രക്കത്തി പോലുള്ള ബ്ലേഡുകൾ ആനയുടെ കുടലിൽ തലങ്ങും വിലങ്ങുമായി ചുറ്റുമറിയുന്നതും ആന പ്രാണവേദനയോടെ അലറുന്നതും കേളുമാസ്റ്റർക്ക് മുമ്പിൽ കാണുന്നത് പോലെ തോന്നി. ആ പകയൻ ആ ആനയെ അങ്ങനെ കൊന്നത് ഇറച്ചി കണ്ട മൊയ്തീന് തീരെ രസിച്ചില്ല. ഒരു ബ്ലേഡ് അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൻ അപ്പുനായരുടെ ചങ്കിലെ മുഴ അരിഞ്ഞെടുത്തു കളയുമായിരുന്നു. തീ കെട്ടടങ്ങുന്നത് കണ്ടപ്പോൾ നൊണ്ടിപ്പറങ്ങൂടൻ താൻ ഒരു കാലും പൊക്കി കുത്തിയിരുന്ന തടിച്ച കടലാസ് കഷ്ണം വലിച്ചെടുത്ത് ആ ചട്ടക്കടലാസിൽ ഒരു ആനയുടെ ചിത്രമുണ്ടായിരുന്നു.